ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് vs KKR എന്ന മാച്ചിന്റെ റിവ്യൂ ആണ്. മുംബൈ ഇന്ത്യൻസ് vs KKR എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് രണ്ട് ബെസ്റ്റ് ഹിറ്റിംഗ് ബാറ്റ്സ്മാൻസ് ആയ ഹർദിക് പാണ്ഡ്യയും ആൻഡ്രെ റസലിനെയും കുറിച്ചിട്ടാണ്. ഹർദിക് പാണ്ഡ്യ നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ഇന്ത്യൻസ് vs KKR 2019 മാച്ച് വന്നപ്പോൾ ഹർദിക് പാണ്ഡ്യയും റസലും തമ്മിലാണ് ഉണ്ടായത്. കാരണം KKR നല്ലൊരു 230 സംതിങ് ബോർഡിൽ സ്കോർ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആൻഡ്രെ റസൽ അതിൽ 40 ബോൾസിൽ 80 റൺസ് ആയിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹർദിക് പാണ്ഡ്യ അതിന് എതിര് വന്ന മുംബൈ ഇന്ത്യൻസിന്റെ ഭയങ്കര ലോസ് ആയിട്ട് ഹർദിക് പാണ്ഡ്യ ആയിരുന്നു 34 ബോളിൽ 92 റൺ അടിക്കുകയായിരുന്നു ഹർദിക് പാണ്ഡ്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ഇപ്രാവശ്യം മുംബൈ ഇന്ത്യൻസ് vs KKR എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവർ രണ്ടുപേരുടെ മുഖമാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുകയായിരുന്നു ഗെയിം ഓഫ് സിക്സസ് എന്നായിരുന്നു നമ്മൾ ഈ മുംബൈ ഇന്ത്യൻസ് vs KKRന് വേണ്ടി വിചാരിച്ചത്. മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ CSKക്ക് എതിരെ തോറ്റിട്ട് വരികയാണ്. അപ്പോൾ അവർക്കൊരു വിജയ ലക്ഷ്യമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അത് മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് UAEയിൽ ഒരു വിജയത്തിന്റെ റെക്കോർഡേ ഇല്ലായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ഇന്നലത്തെ മാച്ചിലൂടെ വിജയിക്കും അവർ എന്നാണ് നമുക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ മാച്ചിലേക്ക് കടക്കുകയായിരുന്നെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ ടോസ് നേടിയത് കൊൽക്കത്തയുടെ ദിനേശ് കാർത്തിക് ആയിരുന്നു. മുംബൈ ഇന്ത്യൻസിനോട് അവർ ഫസ്റ്റ് ബാറ്റിങ്ങിന് പോകാനാണ് പറഞ്ഞിരുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണേഴ്സ് ആയ ഡികോക്കും രോഹിത് ശർമ്മയുമാണ് ഓപ്പണിങ്ങിന് എത്തിയിരുന്നത്. ഫസ്റ്റ് ഓവർ അവർ നന്നായി ബോളിംഗ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷെ അത് ലാസ്റ്റ് ബോൾ രോഹിത് ശർമ്മ ഒരു 6 അടിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം പിന്നെ ഡികോക്കിന് അധികം നന്നായി ബാറ്റിംഗ് ചെയ്യാൻ പറ്റാതെ തന്നെ ശിവം മാവി ഡികോക്ക് 1 റണ്ണിന് പുറത്താവുകയാണ് ചെയ്തത്. അപ്പൊ തന്നെ മുംബൈ ഫാൻസ് എല്ലാവരും വിചാരിച്ചു അയ്യോ എന്ത് പറ്റി, ഡികോക്ക് നല്ലൊരു ഫോമിലുള്ള ഒരു ബാറ്റ്സ്മാനും കൂടി ആയിരുന്നു, എന്താണ് സംഭവിച്ചത് വിചാരിച്ചു. പക്ഷെ മൂന്നാമത് ഇറങ്ങിയ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മയുടെ ഒപ്പം നല്ലൊരു ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. രണ്ടുപേരും നല്ലൊരു ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പ് കാണിച്ചു. നമ്മുടെ സൂര്യകുമാർ യാദവ് എന്താണ് നല്ല സൂപ്പർ കിടിലൻ 6കൾ അടിച്ചു, 4 അടിച്ചു, ആരെയും പേടിയില്ലാത്ത പോലെയായിരുന്നു സൂര്യകുമാർ യാദവ് കളിക്കുന്നുണ്ടായിരുന്നത്. സൂര്യകുമാർ യാദവ് ഫാസ്റ്റ് ആയിട്ട് കളിക്കുകയായിരുന്നു, രോഹിത് ശർമ്മയേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് സൂര്യകുമാർ യാദവ് ആയിരുന്നു കളിക്കുന്നതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സൂര്യകുമാർ യാദവ് പെട്ടെന്ന് തന്നെ 50 അടിക്കാതെ തന്നെ റൺഔട്ട് ആവേണ്ടി വന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, റൺഔട്ട് ആണ് ആയത്. പക്ഷെ സൂര്യകുമാർ യാദവ് പുറത്തായി എന്ന് വിചാരിച്ചത് രോഹിത് ശർമ്മ അവിടെ നിൽക്കുകയായിരുന്നു. രോഹിത് ശർമ്മ 50 അടിച്ചിട്ട് അതിന്റെ മുന്നിലേക്ക് പോകണം എന്ന് വിചാരിച്ച് രോഹിത് ശർമ്മ അങ്ങനെ തന്നെ 80 റൺസ് അടിക്കുകയാണ് ചെയ്തത്. പിന്നെ പിന്നാലെ സൂര്യകുമാർ യാദവ് ഔട്ടായതിനു ശേഷം പിന്നാലെ വന്ന സൗരഭ് തിവാരി ആയാലും കരൺ പൊളാർഡ് ആയാലും ഹാർദിക് പാണ്ഡ്യ ആയാലും കൃണാൽ പാണ്ഡ്യ ആയാലും 4 പേരും നന്നായി തന്നെ ബാറ്റിംഗ് കാഴ്ചവെച്ച് മുംബൈ ഇന്ത്യൻസിനെ 195 എന്ന സ്കോറിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലുണ്ടായിരുന്ന ഒരു കാര്യം വെച്ചാൽ ഹർദിക് പാണ്ഡ്യ ഹിറ്റ് വിക്കറ്റ് ആവുകയാണ് ചെയ്തത്. ഹിറ്റ് വിക്കറ്റ് ആയത് ഒരു ഫാൻസിനെ നിരാശപ്പെടുത്തി ഹർദിക് പാണ്ഡ്യ ഹിറ്റ് വിക്കറ്റ് ആവുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ മുംബൈ ഇന്ത്യൻസ് 195 റൺസ് ബോർഡിൽ വെച്ചു. അത് മാത്രമല്ല പൊള്ളാർഡിന്റെ അത് 150th മാച്ചും കൂടിയായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കൊൽക്കത്ത ചേസിന് വന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓപ്പണേഴ്സ് ആയ ശുഭ്മൻ ഗില്ലും സുനിൽ നാരായണും വന്നു. ഫസ്റ്റ് ഓവറിൽ ട്രെന്റ് ബോൾട്ട് ആയിരുന്നു ബോളിംഗ് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ശുഭ്മൻ ഗില്ലിന് അതൊരു നല്ല തുടക്കമായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതറുകയായിരുന്നു ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെന്റ് ബോൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ODIയിൽ നമ്പർ 1 ബോളറാണ്. അപ്പോൾ ട്രെന്റ് ബോൾട്ട് നല്ല സ്വിങ്ങും ചെയ്യുന്ന ആളാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ആയി കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെയ്ത അതേപോലെ തന്നെ ട്രെന്റ് ബോൾട്ട് ആദ്യത്തെ 5 ബോളും ഓഫ് സൈഡിലേക്ക് എറിയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ അവസാനത്തെ ബോൾ നേരെ സ്ട്രെയിറ്റ് ലൈനിൽ എറിഞ്ഞ് ഇൻ സ്വിംഗർ കട്ടായിരുന്നു ട്രെന്റ് ബോൾട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ CSKക്ക് എതിരെ ഇൻ സ്വിംഗർ എറിഞ്ഞ് അത്ര സ്വിംഗ് ആയില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത് അത്ര സ്വിംഗ് ആവാത്തത് കൊണ്ട് തന്നെ വിക്കറ്റ് ആയില്ല ആ ബോൾ. പക്ഷെ അതൊരു മെയ്ഡൻ ഓവറായി നന്നായി പോവുകയാണ് ചെയ്തത്. പിന്നെ ഇന്നലെ നമുക്ക് പറയുകയായിരുന്നെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡിംഗ് ഭയങ്കര സൂപ്പർ ഫീൽഡിംഗ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. പിന്നെ നമ്മുടെ പാറ്റിൻസൺ ആയാലും ബോളിംഗ് ചെയ്യാൻ പാറ്റിൻസൺ വന്നു. പാറ്റിൻസണും പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം സുനിൽ നാരായണന് ബൗൺസർ ബോൾ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സുനിൽ നാരായണി എല്ലാ ബോളും ബൗൺസർ തന്നെയാണ് ഇടുന്നായിരുന്നത്. അതേപോലെ അങ്ങനെ തന്നെ പോയി. അങ്ങനെ തന്നെ പിന്നെ നമ്മൾ അങ്ങനെ ഫസ്റ്റ് വിക്കറ്റ്
ശുഭ്മൻ ഗിൽ ഔട്ടായി. ഇപ്പോൾ മൂന്നാമത് ഇറങ്ങിയത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയത് മൂന്നാമത് ഇറങ്ങിയത് നമ്മുടെ KKRന്റെ ക്യാപ്റ്റനായ ദിനേശ് കാർത്തിക് ആയിരുന്നു. മൂന്നാമത് ഇറങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു മൂന്നാമത് ഇറങ്ങിയത്. പിന്നെ നമുക്ക് മൂന്നാമത് ഇറങ്ങിയപ്പോൾ നമുക്ക് തോന്നി, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം അവർക്ക് യോയിൻ മോർഗൻ എന്ന ഒരു താരം കൂടിയും KKR ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ദിനേശ് കാർത്തിക് മുന്നിൽ വന്ന് കളിച്ചിട്ട് മോർഗനെ പിന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു ദിനേശ് കാർത്തിക് ഉപയോഗിച്ചത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങി ദിനേശ് കാർത്തിക് ആദ്യം നല്ല ബൗണ്ടറി ഒക്കെ സ്കോർ ചെയ്ത് നന്നായി പോവുകയായിരുന്നു. പക്ഷെ ബോളിങ്ങിനെത്തിയ രാഹുൽ ചഹാർ അയാളെ LBW ആക്കുകയാണ് ചെയ്തത്. സുനിൽ നാരായണും അത്ര മുന്നിലേക്ക് പോകാൻ പറ്റിയില്ല. സുനിൽ നാരായണന്റെയും വിക്കറ്റ് പോവുകയാണ് ചെയ്തത്. പിന്നെ ഈ വിക്കറ്റ് ഒക്കെ പോയപ്പോൾ പിന്നെ എല്ലാവരുടെയും കണ്ണ് ആൻഡ്രെ റസ്സലിൽ മാത്രമായിരുന്നു. പിന്നെ ഇന്നലെ രോഹിത് ശർമ്മ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ ബുംറയ്ക്ക് പവർ പ്ലേയിൽ ഒരേ ഒരു ഓവർ മാത്രമാണ് കൊടുത്തത്. ബാക്കിയുള്ള 3 ഓവറും റസ്സലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. റസ്സൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഓവർ ബുംറയാണ് എറിയാൻ പോയത്. ബുംറ എറിഞ്ഞു. റസ്സൽ ഫസ്റ്റ് ബോൾ തന്നെ അടിച്ചു 4 ആക്കാനാണ് നോക്കിയത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുംബൈ ഇന്ത്യൻസ് നല്ലൊരു ഫീൽഡിംഗ് കാണിച്ചത്. അതേപോലെ തന്നെ ബുംറ നമ്മുടെ കൈ കൊണ്ട് പിടിക്കുകയാണ് ചെയ്തത്. റസ്സലിന്റെ വിക്കറ്റ് അങ്ങനെ റസ്സലിന്റെ വിക്കറ്റ് എടുത്തതിന് ശേഷം മോർഗന്റെ വിക്കറ്റും നല്ല രീതിയിൽ എടുക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ പിന്നെയും ചെയ്യുന്ന ക്വിന്റൻ ഡി കോക്ക് അത് ക്യാച്ച് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് നോക്കാം, ബുംറ 3 ഓവർ തൻ്റെ ആദ്യത്തെ 3 ഓവറിൽ 2 വിക്കറ്റ് എടുത്ത് 4 റൺ മാത്രമായിരുന്നു ബുംറ നൽകിയിട്ടുണ്ടായിരുന്നത്. അത് അവസാനത്തെ ഓവറിൽ 27 റണ്ണായിരുന്നു ബുംറ നൽകിയത്. 27 റൺസ് നൽകുകയായിരുന്നു ബുംറ ചെയ്തത്. അത് എന്താണെന്ന് വെച്ചാൽ അതും ഒരു ബോളറായ പാറ്റ് കമിൻസ് ആയിരുന്നു ബുംറനെ അടിച്ചത്. എനിക്ക് ബുംറയുടെ ബോളിംഗ് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പാറ്റ് കമിൻസ് അടിച്ചത് അത്ര രസമായില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ പാറ്റ് കമിൻസിന് ആ 27 റൺ അവസാനത്തെ ഓവർ ബുംറ കൊടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മാൻ ഓഫ് ദ മാച്ച് ബുംറയ്ക്ക് കിട്ടാമായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, രോഹിത് ശർമ്മ 80 റൺ അടിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അയാൾക്ക് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് കിട്ടുന്നത്. സോ അങ്ങനെയായിരുന്നു ഇന്നലത്തെ മാച്ച് കഴിഞ്ഞത്. അവസാനത്തെ ഓവർ എറിയാൻ വന്നത് രാഹുൽ ചഹാർ ആയിരുന്നു. അയാളെ നന്നായിട്ട് ഒരു വിക്കറ്റും കൂടി എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. So hope you like the video. If you like, share, subscribe and comment the best part and what is not best. So thank you so much. Bye.